ചൈനീസ് കപ്പൽ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വിതരണം പുനരാരംഭിച്ചു എന്നുള്ളതും റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തലിനും ആഗോള വിതരണ പ്രതിസന്ധിക്കുമിടയിൽ ഇന്ത്യക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഏകദേശം 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വിതരണം പുനരാരംഭിക്കാൻ പോകുന്നു. ഇത്തവണ കഥയിൽ രസകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ ചൈനയിലേക്ക് പോയിരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരാണ് റഷ്യ. 2019 മെയ് മാസത്തിന് ശേഷം ഇന്ത്യ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ US ഇറാൻ യുദ്ധത്തിനിടയിൽ ന്യൂഡൽഹി വീണ്ടും ടെഹ്റാനിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്. ഇറാനിയൻ എണ്ണയ്ക്കും ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾക്കുമുള്ള ഉപരോധം US താൽക്കാലികമായി നീക്കിയതിനു ശേഷം 7 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ സ്വീകരിക്കാൻ പോകുകയാണെന്ന് LSEGയുടെയും കെപ്ലറിന്റെയും ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ ബുധനാഴ്ച കാണിച്ചതായി വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കുറക്കാവോ പതാകയുള്ള ജയ എന്ന വലിയ ക്രൂഡ് ടാങ്കർ ഇപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. തെക്ക് കിഴക്കൻ ഏഷ്യ വഴി ചൈനയിലേക്ക് നേരത്തെ നീങ്ങിയിരുന്ന അതേ കപ്പലാണിത്. എന്നാൽ പെട്ടെന്ന് അതിന്റെ ഗതി മാറി. ലളിതമായ ഒരു വാണിജ്യ തീരുമാനത്തെക്കാൾ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങളുടെ സൂചനയാണ് ഈ മാറ്റമെന്ന് ഷിപ്പിംഗ് ഡാറ്റ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ക്രൂഡ് ഓയിൽ കമ്പനിയായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ക്രൂഡ് ഓയിൽ വാങ്ങിയത്. കമ്പനി ഇതുവരെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യ ഇറാനിയൻ ക്രൂഡിനെ വീണ്ടും ഇറക്കുമതി പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഒന്നല്ല, ജോർദാൻ എന്ന മറ്റൊരു ടാങ്കറും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് ഒറ്റത്തവണത്തെ കരാറല്ലെന്നും ഒരു പ്രവണതയുടെ തുടക്കമാകാമെന്നും വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യ അവസാനമായി ഇറാനിൽ നിന്ന് ക്രൂഡ് വാങ്ങിയത് 2019 മെയ് മാസത്തിലാണ്. ആ സമയത്ത് US ഏർപ്പെടുത്തിയ കർശന ഉപരോധങ്ങൾ കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് ഈ ഇറക്കുമതി നിർത്തേണ്ടി വന്നു. അതിനുശേഷം ഇന്ത്യ സൗദി, ഇറാഖ്, US തുടങ്ങിയ രാജ്യങ്ങളെ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നത് വർദ്ധിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷവും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള പ്രധാന കടൽപാതകളുടെ സമ്മർദ്ദവും ആഗോള അസംസ്കൃത എണ്ണ വിതരണത്തെ ബാധിച്ചു. ഇത് കണക്കിലെടുത്ത് വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനായി ഇറാനിയൻ ക്രൂഡ് പോലുള്ള ചില ഇറാനിന്റെ ക്രൂഡിന് മേലുള്ള ചില ഉപരോധങ്ങൾ US താൽക്കാലികമായി ഇളവ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ വിപണിക്ക് വലിയ ഗുണമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.